ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കാൾ മീ ഹോണസ്റ്റ് എന്ന ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മക്കൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വായിക്കാനും വേർഡ്സുകൾ കൂട്ടി സെൻറ്റൻസുകളായിട്ട് പെട്ടെന്ന് ഫ്ലുവൻ്റായിട്ട് റീഡ് ചെയ്യാനും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഓരോ ലെറ്റർ വെച്ചിട്ടുള്ള സൗണ്ട്സുകൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും, അതിന് എക്സാമ്പിളായിട്ടുള്ള കുറച്ചധികം വേർഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയറായിട്ട് ചോദിക്കാം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും പെട്ടെന്ന് ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് തന്നെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ആൽഫബറ്റ് ലെറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഓരോ വേർഡ്സുകൾ ഉണ്ടാവും. അത് നമ്മളെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത് ഒക്കെ അതിന് സെപ്പറേറ്റ് എക്സാമ്പിളുകൾ എന്ന രീതിക്കാണ് നമ്മളിവിടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതിനനുസരിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങളും ഉള്ളതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ് എന്നാണ്. ഓരോ ലെറ്ററിനും ആ ഒരു ലെറ്റർ വെച്ചിട്ട് അതിൻ്റെ സൗണ്ടുകൾ വ്യത്യാസമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റത്തെ നമ്മുടെ ആൽഫബറ്റ് ലെറ്റർ എ ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ആ എന്നുള്ള രീതിക്ക് അതിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ് ആപ്പിൾ എന്നാണെന്നുണ്ടെങ്കിൽ ആ എന്നുള്ള സൗണ്ടിൽ തന്നെ അത് ഉച്ചരിക്കണം അല്ലേ. പിന്നെ എ വെച്ചിട്ട് തുടങ്ങുന്ന ആ എന്നുള്ള പ്രൊനൗൺസിയേഷൻ എന്താ വരുന്നത്, നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കാൻ കഴിയുമോ? ആരോ, ആപ്പിൾ, അതിനൊക്കെ ആ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ഇനി ബി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ബ എന്നുള്ള സൗണ്ട്, അതിന് എക്സാമ്പിളാണ് ബാക്ക്, അങ്ങനെയുള്ളതൊക്കെ. ഇനി നെക്സ്റ്റ് സി, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വായിക്കാൻ റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സി എന്നാണെങ്കിൽ അതിന് 2 തരത്തിൽ നമുക്ക് സൗണ്ടുകൾ വരുത്താൻ കഴിയും. കാ എന്നുള്ള സൗണ്ടിലും നമുക്ക് ഉച്ചരിക്കേണ്ട വേർഡ്സുകളുണ്ട്. സാ എന്നുള്ള പ്രൊനൗൺസിയേഷനിലും നമുക്ക് ഉച്ചരിക്കേണ്ട വേർഡ്സുകളുണ്ട്. കാ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കാറ്, കാർബോർഡ്, കപ്പ്, അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ. സാ എന്നാണെങ്കിൽ സിറ്റി, സെല്ലോ, ഇങ്ങനെയുള്ള എക്സാമ്പിൾസ്. ഇനി ഡി വെച്ചിട്ട് നെക്സ്റ്റ് ഡി ആണ്. അത് ഡാ എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ. ഡോഗ്, ഡാ എന്നുള്ള സൗണ്ടാണ് ഡോഗ്, ഡോറ്, ഡക്ക്. ഇനി നെക്സ്റ്റ് പേജിക്ക് പോവാം. അടുത്തത് ഇ ആണ്. നമ്മൾ എ എന്നുള്ള സൗണ്ടിലാണ് വായിക്കേണ്ടത്. എക്സാമ്പിൾ എഗ്ഗ്, എലഫൻറ്റ്. നെക്സ്റ്റ് സൗണ്ട് എഫ് എന്നുള്ള ലെറ്ററാണ്. എന്നുള്ള സൗണ്ടിലാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഫാക്ടറി, ഫാന്. അപ്പോൾ ഇതിലധികം വേർഡ്സുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഡയറിയിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു റഫ് ബുക്കെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതിയിട്ട് ഓരോ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുക. എഴുതിയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അത് കണ്ടിന്യൂ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരു ലെറ്ററുകൾ നമ്മൾ വേർഡ്സുകളായിട്ട് കൂട്ടിച്ചേർത്ത് അങ്ങനെ നമുക്ക് സെൻറ്റൻസുകളായിട്ട്, എന്നിട്ട് സെൻറ്റൻസുകൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ വരെ നമുക്ക് എത്താൻ കഴിയും. ഇനി എഫ്, ഫാന്, ഫാക്ടറി. നെക്സ്റ്റ് വൺ ജി ആണ്. ജിക്ക് 2 തരത്തിലുള്ള സൗണ്ട് ഉണ്ടാവും. ഗ എന്നുള്ളതും ജ എന്നുള്ളതും. ഗ എന്നാണെങ്കിൽ ഗണ്ണ്. ഇനി അതിലധികം വേർഡ് നമുക്ക് ചോദിക്കാന്നുണ്ടെങ്കിൽ ഗൂഗിൾ, ഗ എന്ന് വെച്ചിട്ടാണ് ഗൂഗിൾ, ഗണ്ണ്, ഗോട്ട്, ഇങ്ങനെയുള്ള. ഇനി ജ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ജമ്മ്. ഇനി എച്ച് വെച്ചിട്ട് ഹ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. അതിൽ ഹന്ന്, ഹെലികോപ്റ്റർ, ഇങ്ങനെയുള്ള എക്സാമ്പിൾസ്. അടുത്തത് ഐ ആണ്. ഐ എന്നുള്ളത് ഐസ്, ഐലൻഡ്, അങ്ങനെയുള്ള സൗണ്ടുകളാണ്. ഐ വെച്ചിട്ടുള്ള സൗണ്ടുകളാണ്. അതിൻ്റെ വേർഡ്സാണ് ഐലൻഡ്, ഐസ്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം.
ഈ ക്ലാസ്സിൽ നമ്മൾ മുന്നേ കാണിച്ച കാര്യം തന്നെയാണ്. ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു തരികയാണ്. എ വെച്ചിട്ട് ആ എന്നുള്ള സൗണ്ടാണ്. അതിന് എക്സാമ്പിൾ ആപ്പിൾ, ആൻഡ്, ആരോ. ബി വെച്ചിട്ട് ബ, ബാഗ്, ബാറ്റ്, ബാള്, ബോട്ട്. സി വെച്ചിട്ട് ക, സ. ക വെച്ചിട്ട് കാറ്, കബോർഡ്, കപ്പ്. സ വെച്ചിട്ട് സിറ്റി, സിമെൻ്റ്. ഡി വെച്ചിട്ട് ഡ, ഡോഗ്, ഡോറ്, ഡെക്ക്. ഇ വെച്ചിട്ട് എ, എഗ്, എലഫൻ്റ്. എഫ് വെച്ചിട്ട് ഫ, ഫാൻ, ഫാക്ടറി, ഫാമർ. ജി വെച്ചിട്ട് ഗ ഉണ്ട്, ജ. 2 സൗണ്ടുകളാണ് ജി വെച്ചിട്ടുള്ളത്. ഗണ്ണ്. ജ വെച്ചിട്ട് ജമ്മ്, ജംസ്. ജി വെച്ചിട്ട് ഗണ്ണ്, ഗൂഗിൾ, ഗോട്ട്. ജ വെച്ചിട്ട് ജിറാഫ്, ജമ്മ്. ഇനി നെക്സ്റ്റ് എച്ച് വെച്ചിട്ട് ഹ, ഹെന്ന്, ഹെലികോപ്റ്റർ, ഹെലൻ കെല്ലർ, ഹാൻഡ്. ഐ വെച്ചിട്ട് നെക്സ്റ്റ് ഐ ആണ്. ഐസ്, ഐലൻഡ്, ഐലെ, ഐസ്ക്രീം. ഇങ്ക്. ഇങ്ക് എന്നുള്ളത് ഒരു എക്സെപ്ഷനാണ്. ഐ തന്നെയാണുള്ളത്, പക്ഷേ നമ്മൾ ഐ എന്നുള്ള രീതിക്കല്ല അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇങ്ക് അത് ഇ എന്നുള്ള സൗണ്ടിലാണ് അല്ലേ. അപ്പോൾ അതിനുള്ള എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐ വെച്ചിട്ടുള്ള സൗണ്ടിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഓരോ ലെറ്ററിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓരോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എക്സെപ്ഷൻസ് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടർന്ന ക്ലാസ്സുകളിലൊക്കെ കിട്ടുന്നതായിരിക്കും. ജെ വെച്ചിട്ട് ജഗ്, ജെറ്റ്, ജഗ്, ജെറ്റ്. അതൊക്കെ ജ വെച്ചിട്ടാണ്. ഇനി കെ എന്നുള്ളത് ക സൗണ്ടാണ്. കൈറ്റ്, കൈറ്റ്. കിറ്റൺ അതൊക്കെ ക വെച്ചിട്ടാണ്. എല്ല്, ലയൺ, ലയൺ. ലാൻഡ്. നെക്സ്റ്റ് എം, മാ വെച്ചിട്ട് മാംഗോ, മാന്. അടുത്തത് എൻ, നോസ്, നോട്ട് പാഡ്, നോസ്. ഇനി നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ഓ ആണ്. ഓറഞ്ച്, ഓയിൽ. അടുത്തത് പി, പാരറ്റ്, പാർക്ക്. അടുത്തത് ക്യൂൻ, ക്വാർക്ക് എന്നുണ്ടെങ്കിൽ അതൊരു എക്സെപ്ഷനാണ്. അത് ക്വാന്നുള്ള സൗണ്ടിലാണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ക്യൂ എന്നുള്ള സൗണ്ടിൽ വരുന്നതാണ്. അപ്പോൾ അത് എക്സെപ്ഷൻസ് ഉള്ളതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. കുറച്ചധികം കുറഞ്ഞ കാര്യങ്ങളിലുള്ള എക്സെപ്ഷൻസ് വരിക. ബാക്കി അധികവും നമ്മൾ ഈ ഒരു ലെറ്റർ വെച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് വെച്ചിട്ട് തന്നെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുക. ക്യൂൻ. ഇനി ആറ് വെച്ചിട്ട് റാബിറ്റ്, റാറ്റ്. എസ്, സണ്ണ്, സൺഫ്ലവർ. സീഡ്, ടയർ, ടൈൽ. ഇനി അടുത്തത് ടി കഴിഞ്ഞാൽ യു ആണ്. യു 3 തരത്തിലുള്ള സൗണ്ടുകളുണ്ട്. ആ, യു, ആ എന്നാണെങ്കിൽ അണ്ടർ, ഫാദർ, FURTHER, ഫാദർ. അതിൽ യു എന്നുള്ളത് ആ വെച്ചിട്ടാണ്. അതേപോലെ ഈ ഊ വെച്ചിട്ട് പുഷ്. അതൊക്കെ ഊ എന്നുള്ള സൗണ്ടിലാണ് വരുന്നത്. യൂണിറ്റ്, യൂസ്, ഇങ്ങനെയുള്ളതൊക്കെ. ഇനി നെക്സ്റ്റ് വി എന്നുള്ള സൗണ്ടാണ്. വി എന്നാണ് ലെറ്റർ. വ എന്നുള്ള സൗണ്ടിലാണ് വരുന്നത്. വാന്, വാൻ. വാൻ. വൈസ്, വെഹിക്കിൾ.
ഇനി നെക്സ്റ്റ് വാട്ടർ, വാട്ടർമെലൺ. W വെച്ചിട്ട് വ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. വാട്ടർമെലൺ. വണ്ടർഫുൾ. എക്സ് വെച്ചിട്ടുള്ള ലെറ്റേഴ്സ് രണ്ട് തരത്തിലുള്ള സൗണ്ടുകളുണ്ട്. എക്സ് എന്നുള്ളതുകൊണ്ട് സാ എന്നുള്ളതുകൊണ്ട്. എക്സ് ആണെങ്കിൽ എക്സാം, സാ എന്നാണെങ്കിൽ സറോക്സ്. ഇനി വൈ എന്നുള്ള ലെറ്ററാണ്. യാ എന്നുള്ള രീതിക്ക് യെല്ലോ, എസ്. അടുത്തത് സെഡ്, സീബ്ര. സീബ്ര. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ് ആണ് ഉള്ളത്. ഞാൻ ഇവിടെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുള്ളത് വെച്ചിട്ട് തന്നെ ഒന്ന് റീഡ് ചെയ്ത് പോവാം. ബാക്കി കുറച്ചധികം എക്സാമ്പിൾസ് നിങ്ങളുടെ ഡയറി ബുക്സിൽ നിങ്ങൾ റിട്ടേൺ ചെയ്യുക. എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്ത് ഫ്ലുവൻ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ കഴിയും. ഓക്കെ, letters and sounds: A, apple. B, bag. C, car, city. D, dog. E, egg. F, fan. G, gun, jam. H, hen. I, ice. J, jug. K, kite. L, lion. M, mango. N, nose. O, orange. P, parrot. Q, queen. R, rabbit. S, sun. T, tire. U, under. U, push. U, unit. V, van. W, water. X, exam. X, xerox. Y, yes. Z, zebra. താങ്ക് യു സ്റ്റുഡൻസ്. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ശരി.